കൃത്രിമ കരിപ്രസാദ നിർമ്മാണത്തിലെ അന്വേഷണത്തിനായി ദേവസ്വം വിജിലൻസ് കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെത്തി. എസ് ഐ രാകേഷിന്റെ നേതൃത്വത്തിൽ ദേവസ്വം അധികൃതരുടെയും BJP ഹിന്ദു ഐക്യവേദി പ്രവർത്തകരുടെയും മൊഴി രേഖപ്പെടുത്തി. അതേസമയം അന്വേഷണം പ്രഹസനമെന്ന് BJPയും ഹിന്ദു ഐക്യവേദിയും ആരോപിച്ചു. SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ പ്രതീക്ഷിച്ചപ്പോൾ വന്നത് SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ്. ദേവസ്വം അധികൃതരെ സംരക്ഷിക്കുന്ന നിലപാടാണ് വിജിലൻസിന്റേത് എന്നും BJP ആരോപിച്ചു. മഹസറിൽ സാക്ഷികളായി ഒപ്പിട്ട എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തണമെന്നും BJP ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ട്. മനോജ്, ഹൈന്ദവ വിശ്വാസികൾ ഇപ്പോൾ നടക്കുന്നതെല്ലാം വെറും പ്രഹസനമാണ്, കൃത്യമായ കുറ്റക്കാരെ ഒളിപ്പിക്കാനുള്ള ഒരു തന്ത്രപൂർവമായ ശ്രമമാണ് എന്ന സംശയം പങ്കുവയ്ക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ വിശ്വാസികൾ ആവശ്യപ്പെടുന്നുണ്ട് മനോജ്? നമുക്ക് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ തന്നെ ഹിന്ദു ഐക്യവേദിയും BJPയും സുതാര്യമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ഇന്ന് ദേവസ്വം വിജിലൻസിൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തി. പരിശോധനയ്ക്കായി എത്തിയപ്പോൾ SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് എത്തിയത്. തുടർന്ന് ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നു, അതായത് ഉന്നത ഉദ്യോഗസ്ഥരെയാണ് ഈ കൊട്ടാരക്കര പോലെയുള്ള ക്ഷേത്രത്തിലേക്ക് ഇത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ എത്തണമെന്നാണ് ആവശ്യപ്പെട്ടത്. എന്തായാലും ഈ വിജിലൻസ് ഉദ്യോഗസ്ഥർ എത്തി. പിന്നീട് അത് വാക്കുതർക്കത്തിലേക്ക് പോവുകയായിരുന്നു. എന്തായാലും മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ സാക്ഷികളായി ഒപ്പിട്ടിട്ടുള്ള എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തണമെന്നും അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തണമെന്നുമാണ് ആവശ്യപ്പെട്ടത്. ഈ പരിശോധന നടത്തിയ വാടക വീട്ടിൽ, അതായത് ഇപ്പോൾ വിജിലൻസിൻ്റെ ഉദ്യോഗസ്ഥർ എത്തി നിൽക്കുന്ന ഈ വാടക വീട്ടിൽ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഈ കരിപ്രസാദം, അതായത് മദ്യക്കുപ്പികൾക്കിടയിൽ നിന്നും കണ്ടെത്തിയത്. ഈ വീട്ടിലാണ് നമ്മളുള്ളത്. എന്തായാലും ഇവിടെ നിന്നും കണ്ടെത്തിയ സാധനങ്ങൾ അത് കൃത്യമായും രേഖപ്പെടുത്തിക്കൊണ്ട് മറ്റ് നടപടികളിലേക്ക് കടക്കണമെന്നുള്ളത് തന്നെയാണ് ഹിന്ദു ഐക്യവേദി അടക്കം ആവശ്യപ്പെട്ടിട്ടുള്ളത്. FIR എടുക്കണമെന്നുള്ളത് തന്നെയാണ്, അതായത് കേസെടുത്ത് അന്വേഷണം നടത്തണം. അതോടൊപ്പം തന്നെ ഈ നടപടിക്രമങ്ങൾ സുതാര്യമായി പൂർത്തീകരിക്കണമെന്നുള്ളത് തന്നെയാണ്. നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. ഈ കരിപ്രസാദ നിർമ്മാണം എന്ന് പറയുമ്പോൾ ആദ്യഘട്ടത്തിൽ ഈ വാടക വീട്ടിൽ നിന്നുമാണ് ഇത് കണ്ടെത്തുന്നത്. പിന്നീടാണ് നമ്മൾ ഈ ദേവസ്വം കെട്ടിടത്തിന് മുകളിലേക്ക് പോയപ്പോൾ അവിടെ നിന്നും ഇത്തരത്തിൽ കൃത്രിമമായി നിർമ്മിക്കുന്നത് കണ്ടെത്തിയത്. കറുത്ത പൊടികൾ, അതായത് പാക്കറ്റുകളിലാക്കി തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ ഒക്കെ എത്തിച്ച ശേഷം അതാണ് ചാലിച്ച് ഈ കരിപ്രസാദമാക്കി മാറ്റി ഭക്തരിലേക്ക് എത്തിക്കുന്നത്. അതിൽ തന്നെയാണ് ഈ ജനം TV വാർത്തയെ തുടർന്ന് വലിയ പ്രതിഷേധം ഭക്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഏതായാലും ദേവസ്വം അധികൃതർക്കെതിരെ വലിയ തരത്തിലുള്ള വിമർശനമായിരുന്നു. ദേവസ്വം അധികൃതർ അറിയാതെ ഇങ്ങനെ ഒരു സംഭവം നടക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഭക്തരൊക്കെ ആരോപിക്കുന്നത്. നിലവിലിപ്പോൾ ഹിന്ദു ഐക്യവേദി BJP പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ, പോലീസിൻ്റെ സാന്നിധ്യത്തിൽ, ദേവസ്വം അധികൃതരുടെ സാന്നിധ്യത്തിൽ ദേവസ്വം വിജിലൻസ് ഈ വീട്ടിലെത്തി പരിശോധന നടത്തുകയാണ്. ഈ പരിശോധന ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പരിശോധന പൂർത്തീകരിച്ച് ഈ സാധനങ്ങൾ ദേവസ്വത്തിൻ്റെ തന്നെ മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി അവിടെ സീൽ ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ ശേഷമാകും അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടെത്തിയ ഈ ദേവസ്വം ബോർഡ് കെട്ടിടത്തിൻ്റെ മുകളിലുള്ള നിലയിൽ പരിശോധന നടത്തുക. അവിടെയാണ് ഈ കറുത്ത പൊടികൾ ഈ കവറുകളിലാക്കിയ നിലയിൽ കണ്ടെടുത്തിട്ടുള്ളത്. എന്തായാലും ഈ ശക്തമായിട്ടുള്ള നടപടിയാണ് എല്ലാ ഭക്തരും ആവശ്യപ്പെടുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിലെത്തിയ ഭക്തരൊക്കെ പറയുന്നത് ഇക്കാര്യം മാത്രമാണ്. വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന നിലപാട് അത് ദേവസ്വം ബോർഡ് സ്വീകരിച്ചു പോരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനാണ് ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം. ഇങ്ങനെയൊരു സംഭവം, ഗുരുതരമായിട്ടുള്ള സംഭവം അറിഞ്ഞിട്ട് പോലും ദേവസ്വം പ്രസിഡന്റ് അതിൽ കൃത്യമായി പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. നടപടി ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോഴും പിന്നീട് അതിലേക്ക് ഒന്നും കടക്കുന്നില്ല. ഏതായാലും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ വാടക വീട്ടിലെ മുറിക്കുള്ളിൽ നിന്ന് ഈ സാധനങ്ങളൊക്കെ ചാക്കുകളിലാക്കി മാറ്റുന്ന ഒരു സാഹചര്യമാണ്. അതായത് പരിശോധന നടത്തി തിട്ടപ്പെടുത്തിയ ശേഷം ചാക്കുകളിലാക്കിയാണ് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുക. ദേവസ്വത്തിൻ്റെ അധീനതയിലുള്ള കെട്ടിടത്തിലേക്ക് മാറ്റി സീൽ ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ദേവസ്വത്തിൻ്റെ അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെ ഇവിടെയുണ്ട്. എന്തായാലും അവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഈ സാധനങ്ങൾ മാറ്റുന്നത്. ഈ നെയ്ക്കുപ്പികളും അതോടൊപ്പം തന്നെ എണ്ണക്കുപ്പികളും ഈ തിരിയുടെ കൂടുകളും ഒക്കെ അമ്പലത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം, ക്ഷേത്രത്തിലെ തന്നെ ഈ ജീവത അതോടൊപ്പം നെറ്റിപ്പട്ടമടക്കം ഈ മുറിക്കുള്ളിൽ നിന്നും കണ്ടെത്തി എന്നുള്ളതാണ്. അത് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ ആരോപിക്കുന്നത് പ്രശസ്തമായിട്ടുള്ള ഇവിടെയുള്ള ആനയുടെ നെറ്റിപ്പട്ടം,
ആയിരിക്കാം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അതിൽ പരിശോധന നടക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഈ വാടക വീട്ടിനുള്ളിൽ നിന്നും കണ്ടെത്തിയതിൽ വലിയ തരത്തിലുള്ള ദുരൂഹതയുണ്ട്. ആരൊക്കെയാണ് ഇവിടെ ഇതിന് നേതൃത്വം നൽകിയത് എന്നതിനെ കുറിച്ചുള്ള പരിശോധന, അന്വേഷണം അത് ശക്തമായിട്ട് നടക്കണമെന്നുള്ളത് തന്നെയാണ്. FIR ഇട്ടുകൊണ്ട് കേസെടുത്ത് വേണം അന്വേഷണം മുന്നോട്ട് പോകാൻ എന്നുള്ള ആവശ്യം തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരും ഉന്നയിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രക്ഷോഭം ഇനി വരും ദിവസങ്ങളിൽ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭങ്ങളാണ് കൊട്ടാരക്കരയിൽ ഉണ്ടാകുക എന്ന് അറിയിച്ചിട്ടുണ്ട്. മുതിർന്ന നേതാക്കളെത്തും. അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുവാനും തീരുമാനമുണ്ട്. ഇങ്ങനെ വിട്ടുകൊടുക്കാനുള്ളതല്ല ഹൈന്ദവ ക്ഷേത്രങ്ങൾ എന്നുള്ളത് തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ള ഓരോ ഭക്തരും പറയുന്നത്. കാരണം ഇത്തരത്തിൽ ദേവസ്വം ബോർഡിനെ വിട്ടു നൽകിയിട്ടുള്ള ക്ഷേത്രങ്ങളിലെ തട്ടിപ്പുകളാണ് ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ കരിപ്രസാദത്തിൽ പോലും കൃത്രിമം കാണിച്ചുകൊണ്ട് ഭക്തരെ വഞ്ചിക്കുന്നവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണമെന്നുള്ളത് തന്നെയാണ് ഉയരുന്ന ആവശ്യം. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ആ മുറിക്കുള്ളിൽ നിന്നുമുള്ള സാധനങ്ങൾ ചാക്കിലാക്കി മാറ്റുകയാണ്. അതിനുശേഷം ഈ വീട് ആരുടെ പേരിലാണോ അല്ലെങ്കിൽ ഈ വീട് ആരാണോ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് അവരിലേക്കൊക്കെ നടപടി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ദേവസ്വത്തിൻ്റെ കെട്ടിടത്തിന് മുകളിൽ ഇത് ആവർത്തിച്ചു എന്നുള്ളതാണ്. അതായത് ഇവിടെ നിന്നും കണ്ടെത്തി അത് വാർത്തയായി ജനങ്ങൾ ചർച്ച ചെയ്തിട്ട് പോലും അത് നിർത്തുവാൻ വേണ്ടി തയ്യാറായിട്ടില്ല. നേരെ ദേവസ്വത്തിൻ്റെ ശാന്തി മഠത്തിന് മുകളിൽ ഇത്തരത്തിലൊരു സംവിധാനം ഒരുക്കുകയായിരുന്നു. അതും വെൽഡിംഗ് റാഡ് ഉപയോഗിച്ച് ഈ കറുത്ത പൊടി നെയ്യിലും എണ്ണയിലുമൊക്കെ ചാലിച്ചാണ് ഈ കരിപ്രസാദം ഉണ്ടാക്കിയിരുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകളാണ് നമ്മൾ പുറത്തുവിട്ടത്. എന്തായാലും അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഭക്തജന രോക്ഷം ശക്തമായത്. ഈ പ്രദേശത്ത് ഇന്ന് കൊട്ടാരക്കരയിലായിരുന്നു നമ്മൾ രാവിലെ വാർത്താ പുലരി ആരംഭിച്ചത്. അപ്പോൾ പോലും ഇവിടെയുള്ള ഓരോ ഭക്തരും പറഞ്ഞിരുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതായത് ഉണ്ണിയപ്പത്തിൽ പോലും അഴിമതി, ഇവിടെ എത്തുന്ന വരുമാനം അതിൽ കൃത്യത വേണം. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള പാത്രങ്ങൾ പോലും മോഷ്ടിച്ചു വിൽക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. സ്വർണത്തിൻ്റെ അളവ് തിട്ടപ്പെടുത്തണമെന്നുള്ള ആവശ്യം ഉയരുന്നുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ ഇവിടെ ഉയർന്നു കേൾക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വീട്ടിൽ, അതായത് വാടക വീട്ടിലും ഈ ദേവസ്വം കെട്ടിടത്തിന് മുകളിലുമുള്ള പ്രസാദ നിർമ്മാണം അത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള വേദന ഉളവാക്കുന്നതാണ്. അവർ ദിവസവും എത്തി ഭഗവാനെ ദർശിച്ച ശേഷം നെറ്റിയിൽ ചാർത്തുന്ന ഈ ഒരു പ്രസാദമാണ് ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ കാണുന്നത്. മദ്യക്കുപ്പികളുടെ നടുവിൽ വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ വൃത്തിഹീനമായിട്ടുള്ള മുറിയിൽ കണ്ടെടുത്തത്. എന്തായാലും പോലീസിൻ്റെയും വിജിലൻസിൻ്റെയും ഒക്കെ സാന്നിധ്യത്തിൽ പരിശോധന തുടരുകയാണ്. ചാക്കുകളിലാക്കി നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഈ ജീവതയും അതോടൊപ്പം തിടമ്പ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധന നടത്തുമ്പോൾ ഈ ആനയുടെ നെറ്റിപ്പൊട്ടവും തിടമ്പാണെന്ന് തോന്നുന്നു. ജീവിത അടക്കം ഇവിടെ ഇത് നമ്മുടെ കൊട്ടാരക്കരയുടെ ഗജമുത്തച്ഛൻ ക്ഷേത്രത്തിലെ ആനയായിരുന്ന കൃഷ്ണൻകുട്ടി ആനയുടെ എഴുന്നള്ളിപ്പിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ജീവിതയും നെറ്റിപ്പട്ടവുമാണ്. ഇത് വളരെയധികം പ്രാധാന്യം അർഹിച്ച് എന്താ പറയുക, നമ്മളിത് പുരാവസ്തു നമ്മുടെ മ്യൂസിയത്തിൽ സൂക്ഷിക്കേണ്ട അത്ര പ്രാധാന്യമുള്ള ഒരു സാധനമാണ്. അതിനെയാണ് ഇത്ര മോഷ്ടിച്ച് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. ഇതിൻ്റെയൊക്കെ വിലപിടിപ്പുകൾ എന്തൊക്കെയുണ്ട്, ഇതിനകത്ത് ആഭരണങ്ങൾ അതൊക്കെ എന്തൊക്കെയുണ്ടെന്ന് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അകത്ത് വിജിലൻസ് ഉദ്യോഗസ്ഥരും നമ്മളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇതിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്നും കണ്ടെടുക്കുന്നതാണ് ഇത് ജീവത എന്നുള്ളത് തന്നെയാണ്. ജീവതയും നെറ്റിപ്പട്ടവും അടക്കം ഇവിടെ ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വസ്തുക്കൾ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ കൃത്രിമ കരിപ്രസാദ നിർമ്മാണത്തിലെ അന്വേഷണത്തിനായി ദേവസ്വം വിജിലൻസ് അവിടെ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ എത്തി. തുടർന്ന് ആ വീട്ടിലെ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുന്നു. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അവിടെ എന്തൊക്കെ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്, വ്യാപകമായ ക്രമക്കേടുകൾ. ഒപ്പം തന്നെ വിശ്വാസികൾക്ക് പല കാര്യങ്ങളിലും ആശങ്കയുണ്ട്. അത് തന്നെയാണ് അവർ ജനം ടിവിയോട് പങ്കുവച്ചതും.